ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ കേരളത്തിലുള്ള SDPയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെല്ലാം കുറച്ചു കാലം മുന്നേ വരെ വർഗീയവാദികളും തീവ്രവാദികളും സമൂഹത്തിലെ സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾക്കെല്ലാം വിനാശം വരുത്തുന്നവരാണെന്നാണ് കുറച്ചു കാലം മുന്നേ വരെ, അല്ലെങ്കിൽ ഇലക്ഷന് തൊട്ട് മുന്നേ വരെ ഇരു മുന്നണികളിലുള്ള നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ് കേട്ടോ. ഇവരൊക്കെ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട, സമൂഹം മാറ്റി നിർത്തേണ്ട ആളുകളാണെന്നാണ് കുറച്ചു കാലം മുന്നേ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബി ജെ പിയും RSSനെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇന്നിപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട്, ഇലക്ഷൻ അടുക്കാറായതുകൊണ്ട് വാവെടുക്കുമ്പോൾ ചില ആളുകൾ കരയുന്നത് പോലെ ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SDPI, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെല്ലാം മതേതരത്വന്മാരാണ്, അവരെ ഒന്നും മാറ്റി നിർത്തേണ്ടവരല്ല, അവരെ കൂടെ നിർത്തേണ്ടവരാണ്, അവരുടെ വോട്ട് വാങ്ങി അവരെ കൂടെ നിർത്തി ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം മതേതരത്വന്മാരാണ്, നാടിൻ്റെ സമാധാനം കാക്ഷിക്കുന്നവരാണ്, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അവർ മാലാഖമാരാണ്, ദൈവത്തിൻ്റെ അവതാരങ്ങളൊക്കെയാണെന്നാണ് ചില പാർട്ടി പ്രവർത്തകന്മാരും പാർട്ടിയിലെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നതല്ല. ഇപ്പം അവരുടെയൊക്കെ മുന്നിൽ സമൂഹത്തിലെ ഏറ്റവും മാറ്റി നിർത്തേണ്ട ഏറ്റവും വലിയ വർഗീയവാദികളായിട്ട് അവർ പറയുന്നത് RSSും BJP മാത്രം. ഇവരാണ് കുറച്ചു കാലം മുന്നേ നമ്മളുടെ അടുത്തൊക്കെ പറഞ്ഞത് ഇതൊക്കെ SDPയും ജമാഅത്തെ ഇസ്ലാമി എല്ലാം തീവ്രവാദികളാണെന്നും തീവ്രവാദ സംഘടനകളാണെന്നും സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള വിനാശം വരുത്തുന്നവരെന്നൊക്കെയാണ് ഇവർ കുറച്ചുകാലം മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പത്രക്കാരൊക്കെ ഇവരോട് ചോദിക്കുന്നു, അങ്ങനെ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയൊക്കെ വോട്ട് നിങ്ങൾക്ക് വേണോ? നിങ്ങൾ പരസ്യമായിട്ട് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല ഇത്തരത്തിലുള്ള വർഗീയവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും പോലെയുള്ള ആരുടെയും വോട്ട് വേണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അങ്ങനെയൊന്നും മുന്നേ പറഞ്ഞിട്ടില്ല, ഇവരൊക്കെ വലിയ ജനാധിപത്യ ബോധമുള്ളവരാണ്, അവരൊന്നും ആരും വർഗീയവാദികളല്ല, വർഗീയവാദികളായിട്ടുള്ള ഒരു ഒറ്റ ആൾക്കാർ മാത്രമേ ഉള്ളത് RSSും BJP മാത്രമാണെന്ന്. ശരിക്കും എന്തായി കേരളത്തിൽ നടക്കുന്നതല്ലേ? നമ്മൾ ആരെയാണ് ശരിക്കും വിശ്വസിക്കേണ്ടത്?